നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിനെ അട്രാക്റ്റീവായി തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് അവരുടെ മുമ്പിൽ അട്രാക്റ്റീവ് ആകാൻ മാത്രമല്ല, നമ്മൾക്ക് വേണ്ടി എഫേർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. സോ അതിൽ ഫസ്റ്റ് കാര്യമാണ് യു നീഡ് ടു നോ ഹൗ ടു ഡ്രസ് പ്രോപ്പർലി. ഇത് 22nd സെഞ്ച്വറിയാണ്. നിങ്ങൾ എല്ലാ ഫാഷൻ ട്രെൻഡും ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഇതിനു വേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ പഠിക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ കളറിനനുസരിച്ച്, അതായത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് കുറച്ച് കളേഴ്സ് എല്ലാം മാച്ചിങ് ആയിട്ടുണ്ടായിരിക്കും, അത് കണ്ടുപിടിച്ച് ഡ്രസ്സ് ചെയ്യാൻ പഠിക്കുക. ഇതാണ് ബേസിക്. ഇത് മാസ്റ്റർ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് പുതിയ പാറ്റേൺസ് എക്സ്പെരിമെന്റ് ചെയ്യാം, അതുപോലെ തന്നെ പുതിയ ഫാബ്രിക്സ്. ഇങ്ങനെ പുതുതായി എക്സ്പെരിമെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണ് സൂട്ട് ആവാതിരിക്കാന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമ്മൾ സ്വന്തമായി നമുക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുക. അടുത്ത കാര്യമാണ് പേഴ്സണാലിറ്റി. ഇന്റർനെറ്റിലും അതുപോലെ തന്നെ റീൽസിലെ വീഡിയോസും കണ്ടിട്ട് അവരുടെ പേഴ്സണാലിറ്റി കോപ്പി എടുത്തിട്ട് സിഗ്മ മേല എന്ന് പറഞ്ഞ് നടക്കുന്ന പേഴ്സണാലിറ്റി അല്ല. നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത പേഴ്സണാലിറ്റി ആവണം. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം, സ്വന്തമായ മോറൽസ് ഉണ്ടായിരിക്കണം. ഞാൻ ഇന്നത് ചെയ്യില്ല, ഇന്നത് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാതെ എൻ്റെ ഫേവറേറ്റ് ഇൻ്റർനെറ്റിലെ മീം ഇതാണ്, സിഗ്മ മെയിൽ അതാണ്, ഞാൻ അങ്ങനെ അതേപോലെ കോപ്പി അടിച്ച് നടക്കുള്ളൂ എന്നൊരു സംഭവം അല്ല പേഴ്സണാലിറ്റി. അടുത്ത കാര്യമാണ് ഹ്യൂമർ സെൻസ്. ഗേൾസും ബോയ്സും അല്ലാതെ തന്നെ ആർക്കാണ് ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുക? എല്ലാവർക്കും ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരെ ഇഷ്ടമാണ്. ഇതിന് ഗേൾസ് ബോയ്സ് ഒന്നുമില്ല. ഇത് വെച്ച് ചെളി വാരി എറിയണമെന്നല്ല പറയുന്നത്. ഒരു ക്വിക്ക് അഡ്വൈസ് എന്ന് പറയുന്നത് യൂഷ്വലി ക്ലീഷ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മോറലി റൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ സെൻസ് ആയിരിക്കണം. അതായത് ബാക്കിയുള്ളവരുടെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ വെച്ചായവരുത് നിങ്ങളുടെ ഹ്യൂമർ സെൻസ്. ഗേൾസിനെ ഇഷ്ടപ്പെടുന്ന അടുത്ത കാര്യമാണ് ഗുഡ് സ്മെൽ. ഇഫ് യു സ്മെൽ ബാഡ്, ദാറ്റ് ഈസ് എ ബിഗ് ടേൺ ഓഫ്. ആരോട് വേണമെങ്കിലും പോയി ചോദിച്ചു നോക്കും. ഹൗവർ ഇത് വെച്ച് ഉള്ള പെർഫ്യൂം എല്ലാം വാരി വലിച്ചടിച്ച് 1 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ വരുമ്പോൾ തന്നെ നമ്മുടെ സ്മെല്ല് എടുക്കണം എന്നല്ല, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു പ്ലസൻറ്റ് സ്മെല്ലായിരിക്കണം. ഇതിന് നിങ്ങൾ ഹൈ ക്വാളിറ്റി പെർഫ്യൂംസ് യൂസ് ചെയ്യണം. എനിക്കറിയാം ഹൈ ക്വാളിറ്റി പെർഫ്യൂംസ് വാങ്ങുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. ആബ്സല്യൂട്ട്ലി നോട്ട്. ഈയിടെ ഞാൻ ട്രൈ ചെയ്ത പെർഫ്യൂമാണ് ന്യൂഡിൻ്റെ ലക്ഷറി പെർഫ്യൂം. ബാക്കിയുള്ള പെർഫ്യൂംസ് പോലെയല്ല, ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് 6 ഹൈ ക്വാളിറ്റി പെർഫ്യൂം ഒരുമിച്ച് ട്രൈ ചെയ്യാം. അതായത് നിങ്ങൾ ഒറ്റ പെർഫ്യൂം വെച്ച് സ്റ്റക്കായിരിക്കില്ല, നിങ്ങളുടെ ഓരോ ഒക്കേഷനനുസരിച്ച് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. ഇതിലുള്ള 6 പെർഫ്യൂംസും EDP അതായത് പെർഫ്യൂംസ് ആണ് വരുന്നത്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഇൻ പെർഫ്യൂംസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 സ്പ്രേ ചെയ്താൽ തന്നെ ഒരുപാട് സമയം ഇത് ലാസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പ്രോപ്പറായി പെർഫ്യൂം യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഒരു ക്വിക്ക് സ്റ്റെപ്പ്. ഫസ്റ്റ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ നെക്കിൻ്റെ വെയിൻ്റെ അവിടെ സ്പ്രേ ചെയ്യുക. രണ്ടാമത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വെയിൻ്റെ അവിടെ സ്പ്രേ ചെയ്യുക. ആൻഡ് ഇനി നെസസറി ആണെങ്കിൽ മാത്രം ബാക്ക് വെയിൻ്റെ അവിടെ സ്പ്രേ ചെയ്യുക. ഇതാണ് നമ്മുടെ ബോഡിയിലെ പൾസ് പോയിന്റ്സ്. ഇവിടെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പെർഫ്യൂംസ് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ എഫക്റ്റീവായി സ്പ്രെഡ് ആവുകയും ചെയ്യും. ഈ പെർഫ്യൂം വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടായിരിക്കും. ഇത് ഓൾറെഡി ഒരു അഫോർഡബിൾ ആയിട്ടൊരു പെർഫ്യൂം ബോക്സ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഏകദേശം 50% ഓഫുള്ള ഒരു ഓഫറും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പെർഫ്യൂം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യുക. അടുത്ത കാര്യമാണ് ഹൈജീൻ ആൻഡ് ക്ലെൻലിനെസ്. നിങ്ങൾ അടിച്ച് പെർഫ്യൂമിൻ്റെ സ്മെൽ പ്രോപ്പറായി പുറത്ത് വരണമെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ബാഡ് ഓഡേഴ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കണം. ഇത് നിങ്ങൾ അടുത്ത വലിയ വൃത്തിയാക്ഷസൊന്നും ആവേണ്ട കാര്യമില്ല. പ്രോപ്പറായി ബ്രഷ് ചെയ്യുക, പ്രോപ്പറായി ഫ്ലോസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പറായി ബാത്ത് ചെയ്യുക, ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള സ്മോൾ കാര്യങ്ങളെല്ലാം കറക്റ്റ്ലി ഫോളോ ചെയ്യുക. ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി അധികം ബാഡ് ഓഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇത് നിങ്ങൾ അടിച്ചിരിക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ലിനെ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം, നിങ്ങൾ ആരോട് പോയി ചോദിച്ചാലും ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുക, ബട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് മണി. യെസ്, ക്യാഷ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു അട്രാക്ട് യുവർ ഓപ്പോസിറ്റ് ജെൻഡർ. ഇത് നിങ്ങൾ അധികം കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈവൻ നിങ്ങൾ ഡിസേബിൾഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇഫ് യു ഹാവ് ക്യാഷ് ഇൻ യുവർ ബാങ്ക് ദെൻ ഇറ്റ്സ് ലൈക്ക് ഈസി മൂവ്. അടുത്ത കാര്യമാണ് ക്യാഷ് ഉണ്ടാവുന്നത് മാത്രമായില്ല, ഈ കാലത്ത് അധികം ആൾക്കാരിലെല്ലാം കണ്ടുവരാത്തൊരു സാധനമാണ് അടുത്തത്. വേറൊന്നുമല്ല, കോമൺ സെൻസ്. യെസ്, ഇപ്പോൾ അടുത്ത് കോമൺ ആയി കാണാത്ത ഒരു സാധനമാണ് കോമൺ സെൻസ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഇടയായിട്ട് കുറെ പിള്ളേർ ടിക്ടോക്കിൽ നിന്നും VPN വെച്ച് പറയേണ്ടാത്ത ആൾക്കാരെ ട്രെൻഡിങ് റീൽസ് എല്ലാം കുത്തിപ്പോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇതെല്ലാം ആ ടൈമിൽ ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി? ഇതാണ് പറഞ്ഞ് ഇതുപോലുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇത്തിരി കോമൺ സെൻസ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഗേൾസിന് ഇഷ്ടമുള്ള കാര്യമാണ് വെൽ ഗ്രൂംഡ് ആയിരിക്കുക. സിംപിളി പറയണമെങ്കിൽ ഹെയർ സ്റ്റൈലും ബിയർഡ് സ്റ്റൈലും പ്രോപ്പറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്പും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? ഇത് വെച്ച് നിങ്ങൾ അടുത്ത അലക്സ് കോസ്റ്റേ ഒന്നും ആവാൻ പോകണ്ട. കറക്റ്റ് ടൈമിൽ ഹെയർ കട്ട് ചെയ്യുക. നിങ്ങളുടെ താടിയെല്ലാം വല്ലാണ്ട് ഷോ ആവുകയാണെങ്കിൽ അതൊക്കെ പ്രോപ്പറായി ട്രിം ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് താടിയില്ല, വളരെ
പാച്ച് ആയിട്ടുള്ള ബീഡൊക്കെ ആണെങ്കിൽ അത് ക്ലീൻ ഷേവ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണമായിരിക്കും നല്ലത്. ഇങ്ങനെ ചെറിയ ചെറിയ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായി ചെയ്ത് വെൽ ഗ്രൂംഡ് ആയാലും മതി. ബട്ട് ഇതെല്ലാം പ്രോപ്പറായി ചെയ്യാൻ അറിയണം. അതായത് താടി ട്രിം ചെയ്യുമ്പോൾ തോന്നിയ പോലെ ട്രിം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം എല്ലാത്തിൻ്റെ ഷേപ്പ് എല്ലാം മാറും. അതുപോലെ തന്നെ ഷേവ് ചെയ്യുമ്പോൾ പ്രോപ്പറായി ഷേവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മുഖത്താകെ വേറെ കളർ പച്ച കളറിലെല്ലാം വരും. അതുകൊണ്ട് ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനും നിങ്ങളുടെ ഗ്രൂമിങ് വെച്ച് നിങ്ങളെ അട്രാക്റ്റീവ് ആക്കാനും ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. ഇതിൽ ഗ്രൂമിങ് മിസ്റ്റേക്സ് എല്ലാം എങ്ങനെ ഒഴിവാക്കി പ്രോപ്പറായി ഈ ബേസിക് കാര്യങ്ങൾ ചെയ്യാമെന്നെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്.